സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കാനുള്ള കൃപ. ദൈവസന്നിധിയിൽ വ്യാപരിക്കാനുള്ള കൃപ. നമ്മളിന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് തീക്ഷ്ണതയെക്കുറിച്ചാണ്. തീക്ഷ്ണത പറയാൻ നമുക്കറിയാം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് അല്പം മന്ദതയിലേക്കും തളർച്ചയിലേക്കും അലസതയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഗ്രൂപ്പ് വളരെ തീവ്രമായ ഭക്തി നിർവഹിച്ചുകൊണ്ട് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്നവരുമുണ്ട്. എന്നാൽ ഏറിയ പങ്കും ആളുകളും ഒരു അലസത, ഒരു മടിയും ഒരു പിന്മാറ്റവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. ബൈബിളിൽ നമുക്ക് ഈ തീക്ഷ്ണതയെ ഒന്ന് ചരിത്രത്തിലൂടെ ഒന്ന് മനസ്സിലാക്കി, ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു എരിവ്, ഒരു ഉണർവ് എനിക്ക് തരണമേ. അത് ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ അനുഭവിക്കേണ്ട ഒരു പ്രതിഭാസമാണ് ഈ തീക്ഷ്ണത. ഹല്ലേലൂയ. ചിലരെ നമ്മളിങ്ങനെ തള്ളിക്കൊണ്ട് പോകണം, ചിലരെ നമ്മൾ ഇങ്ങനെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ചിലരെ ഇതൊന്നും വേണ്ട, അവർ സ്വയം കണ്ടെത്തും. ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ മറികടക്കുന്ന, അവരുടെ ജീവിതത്തിൻ്റെ മന്ദതകളെ മറികടക്കുന്ന, അവരുടെ ജീവിതത്തിൻ്റെ തളർച്ചകളെയൊക്കെ മറികടക്കുന്ന ഒരു വലിയ അനോയിൻറ്റിങ്, ഒരു അഭിഷേകം അവർ സ്വയം കണ്ടെത്തി പടിപടിയായിട്ട് വളരും. കഴിഞ്ഞ വർഷമുള്ള ആത്മീയതയല്ല അവർക്ക് ഈ വർഷം കുറച്ചുകൂടെ വളർന്നു. ഹല്ലേലൂയ. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊന്നും കാര്യമില്ല, ഇതൊക്കെ അങ്ങ് നടന്നു പോക്കോളും, ഞാൻ എൻ്റെ വഴി അതതിൻ്റെ വഴി എന്നുള്ള രീതിയിൽ നടക്കും. അപ്പം ഇങ്ങനെ വളരാൻ ഒരു സാധ്യത കണ്ടെത്താത്ത ആളുകളുണ്ട്. അപ്പം ഈ തീക്ഷ്ണത, അതാണ് നമ്മുടെ വിഷയം. എന്താണ് തീക്ഷ്ണത എന്ന് പറഞ്ഞാൽ? ഒരു എരിവ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ദൈവിക കാര്യങ്ങളോടൊക്കെ ഒരു തീക്ഷ്ണത. ബൈബിൾ പറയുന്ന വാക്ക് സെലസ് എന്നാണ്, സെലോട്സ്. നമ്മളത് മനസ്സിലാക്കാനായിട്ട് ആദ്യമേ തീക്ഷ്ണതയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മൾ സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളാണ്. അതായത് പഴയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിലെ തീക്ഷ്ണതയെ, ദൈവം ആഗ്രഹിച്ച തീക്ഷ്ണതയെ അവർ മനസ്സിലാക്കിയത് വേറൊരർത്ഥത്തിലാണ്. അതിനെ ദൈവം തിരുത്തി പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ എന്താണ് തീക്ഷ്ണത എന്ന് പഠിപ്പിച്ചു. അത് പഠിക്കാനാണ് നമ്മൾ ഈ അരമണിക്കൂർ സമയം ചെലവഴിക്കുന്നത്. സ്നേഹത്തോടെ ഹല്ലേലൂയ. തീക്ഷ്ണതയോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ജ്വലിക്കുന്ന ഒരു ആത്മീയത, ജ്വലനം, ഈ കെട്ടുപോയ കരിന്തിരി കത്തുന്ന ഒരു ആത്മീയതയല്ല, ഒരു എരിവുള്ള ജ്വലനമുള്ള ഒരു ആത്മീയത. നമുക്കത് ആവശ്യമുണ്ട്. നമ്മുടെ വായനകൾക്കത് ആവശ്യമുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മളുടെ ഈ ബലിയർപ്പണങ്ങൾക്കത് ആവശ്യമുണ്ട്. ആരാധിക്കുന്ന എരിവുള്ള ഒരു സമൂഹം, അത് നമ്മളിൽ ഇത്രയും പേർ കിട്ടിയാൽ മതി. ഇതിൻ്റെ ഒരു പ്രത്യേകത, അത് ബാക്കിയുള്ളവരിലേക്ക് അത് പടരും. തീയുടെ ഒരു പ്രത്യേകത അതാണ്, അതിങ്ങനെ പടരും. അല്ലേ ലിയ? വായിച്ചോ. സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 6 മുതൽ. മോശയും സമാഗമ കൂടാര വാതിൽക്കൽ വിലപിച്ചുകൊണ്ട് നിന്ന ഇസ്രായേൽ ജനം മുഴുവനും കാണെ ഒരു ഇസ്രായേൽക്കാരൻ തന്റെ വീട്ടിലേക്ക് ഒരു മിഥിയാൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതനായ അഹറോന്റെ പുത്രനായ ഏലയാസറിന്റെ പുത്രൻ ഫിനെഹാസ് ഇത് കണ്ട് എഴുന്നേറ്റ് ഒരു കുന്തവും എടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി. ആ ഇസ്രായേലിന്റെ പുറകെ അവൻ അകത്തു ചെന്ന് അവരിരുവരുടെയും, ഇസ്രായേലിന്റെയും സ്ത്രീയുടെയും ഉദരം തുളഞ്ഞു കടക്കും വിധം കുത്തി. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ബാധിച്ച മഹാമാരി നിലച്ചു. മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ 24,000 പേരാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, പുരോഹിതനായ അഹറോന്റെ പുത്രനായ
ഏലയാസറിന്റെ മകൻ ഫിനെഹാസ് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ എന്റെ തീഷ്ണതയ്ക്കൊത്ത വിധം പ്രവർത്തിച്ച് എന്റെ ക്രോധം അവരിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അതിനാൽ കോപം ജ്വലിച്ച് ഞാൻ അവരെ സംഹരിച്ചില്ല. ഇസ്രായേലിന് ഒരു മഹാമാരി പിടിപെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ദൈവത്തിൽ നിന്നകന്നപ്പോൾ തിന്മ അവരെ പിടികൂടി, അവർ പീഡിപ്പിക്കപ്പെട്ടു. ആ മഹാമാരിയിൽ വിലപിച്ചുകൊണ്ട് സമാഗമ കൂടാരത്തിൽ മോശയും ശിഷ്യൻ അവിടുത്തെ ജനവും ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നോക്കിയിരിക്കെ അത് അപ്പുറത്തെ കൂടാരത്തിൽ ഒരു ഇസ്രായേൽക്കാരൻ വിജാതിയായ ഒരു മിദിയാൻകാരിയെയും കൊണ്ട് ആ വീട്ടിലോട്ട് കയറി പോന്നു. ഇത് കണ്ടപ്പോൾ അഹ്റോന്റെ ഒരു പുത്രനായ എലയാസറിന്റെ പുത്രൻ ഫിനെഹാസ്, ഈ ഫിനെഹാസ് ഒരു കുന്തം എടുത്തുകൊണ്ട് ചെന്നിട്ട് ഈ ചേട്ടനും ചേച്ചിയും കൂടെ ഒറ്റ കുത്ത്, ഒരു കുന്തത്തിൽ അങ്ങോട്ട് ഒറ്റ കുത്തിൽ കോർത്ത് നിർത്ത്, രണ്ടുപേരെയും കിടക്കെ വെച്ച് തന്നെ കുത്തി. ഇത് കണ്ടപ്പോ ദൈവം പറയാണ്, മോശേ കണ്ടോ, എൻ്റെ തീക്ഷ്ണതയ്ക്കൊത്തവണ്ണം ഇസ്രായേൽ ജനത്തിൽ പെരുമാറിയ ഈ ഫിനെഹാസിനെ നീ കണ്ടോ, അതുകൊണ്ട് എൻ്റെ പൗരോഹിത്യം അവനിൽ നിന്ന് ഞാൻ ഒരിക്കലും എടുത്തു കളയുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ശ്രദ്ധിക്കണേ, തുടക്കത്തിൽ അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ രൂപീകരണ സമയത്ത് മോശയുടെ കാലത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ തീക്ഷ്ണതയെ നിർവചിക്കുന്ന വേദഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. അതായത് ഇതിനെയാണ് സെലോട്ടുകൾ എന്ന് വിളിക്കുക. സെലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തീക്ഷ്ണതയുള്ളവർ. സെലോട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മരണം വരിക്കാനും കൊല ചെയ്യാനും തീവ്രമായ നിലപാടുകൾ എടുക്കാനും തയ്യാറുള്ള ആളുകളുടെ പേരാണ് സെലട്സ്. അപ്പം ഈ തീക്ഷ്ണത ആദ്യകാലങ്ങളിൽ ഇസ്രായേൽ ജനത്തിൽ ഇങ്ങനെയാണ് നിർവചിച്ചിരുന്നത്. ഫിനെഹാസ് ആണ് അവരുടെ മാതൃക. വിഗ്രഹാരാധിയായ വിജാതിയായ സത്യദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു സ്ത്രീയുമായി ഒരു ഇസ്രായേൽക്കാരൻ ഇടപാടുണ്ടാക്കിയപ്പോൾ അവനെ കുന്തം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയ ഫിനെഹാസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയമത്തിന് വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ മാത്രം ആരാധിക്കുന്ന, വിശ്വാസത്തിനു വേണ്ടി തീക്ഷ്ണതയാൽ ജ്വലിക്കുന്ന ഒരു സമൂഹമായിരിക്കണം ഇസ്രായേൽ എന്ന് ജനം വിശ്വസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഈ ഫിനെഹാസ്. ഈ സെലോട്സ് എന്ന് പറഞ്ഞൊരു വർഗം യഹൂദരുടെ ഇടയിൽ ഉണ്ടായി, തീവ്രവാദികൾ. അവര് മാതൃകാ പുരുഷനായിട്ട് കാണുന്ന അവരുടെ പിതാവ് ആരാ? ഫിനെഹാസിന്റെ തീക്ഷ്ണത എന്ന് പറഞ്ഞാൽ ചുമ്മാതെ എല്ലാവരുമായിട്ടൊന്നും ഇടകലരാൻ പാടില്ല. നമ്മുടെ വിശ്വാസം, നമ്മുടെ സത്യദൈവം, അതിനാരെങ്കിലും ഖണ്ഡിച്ചാൽ അവനെ വെട്ടിക്കണ്ടിച്ച് അന്നേരെ സ്വരം വെച്ചേക്കണം. ഇതാണ് ഫിനെഹാസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പിന്നീട് ഇങ്ങനെ വളർന്ന് നമ്മൾ ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ തീക്ഷ്ണതയുള്ള ധാരാളം പേരെ കാണാം നമുക്ക് ഇസ്രായേൽക്കാരുടെ ഇടയിൽ. വളരെ എരിവുള്ള ആളുകൾ നമ്മളറിയാം. ജോഷുവ, കാലേബ്, ബാക്കി എല്ലാവരും കർത്താവ് പറഞ്ഞത് കേട്ടത് എതിർത്തെങ്കിലും ഈ ജോഷുവയും കാലേബും ഒക്കെ വളരെ ശക്തമായി ഇസ്രായേൽ ജനത്തിന് വേണ്ടി നിലപാടെടുത്ത് കർത്താവ് പറഞ്ഞതനുസരിച്ച് കാനാൻ നാട്ടിലെ ആ അനാക്കിമുകളെ, രാക്ഷസന്മാരെയൊക്കെ മല്ലന്മാരെയൊക്കെ കൊന്ന് ആ ദേശമൊക്കെ കീഴ്പ്പെടുത്തുന്നു. ഭയങ്കര തീക്ഷ്ണതയാണ്. അങ്ങനെ എരിവുള്ള ആളുകളാണ്, തീ പിടിച്ച ആളുകളാണ് ഈ സെലട്സ്. മനസ്സിലായോ? ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതൊരു പ്രസ്ഥാനമായി വളർന്നു. ഇത് നോക്കി, ഒരാളൊരു മാതൃക കാണിച്ച് പിന്നെ ആ ചിന്ത തലേ കയറി കിടന്നു. അതങ്ങനെ വന്ന് ഇതൊരു പ്രസ്ഥാനമായി മാറി, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയി. അതാണ് മക്കബായരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. യൂദാസ് മക്കബയൂസും അല്ലെങ്കിൽ മത്താത്തിയാസ്, മക്കബായരുടെ അപ്പന്റെ പേരാണ് യൂദാസ് മത്താത്തിയാസ് എന്ന് വായിക്കാമോ? മക്കബായരുടെ പുസ്തകം 1-ാം അധ്യായം
മക്കബാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. എന്നാൽ മത്താത്തിയാസ് മറുപടിയായി ദൃഢസ്വരത്തിൽ പറഞ്ഞു. മക്കബായരുടെ അപ്പൻ. രാജാവിന്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവന്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എന്റെ പുത്രന്മാരും എന്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു നാളും തിരസ്കരിക്കുകയില്ല. രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അനുവിട വ്യതിചലിക്കുകയില്ല. എന്തോ വിട? അണുവിട അല്ലേ? അണുവിട ഞങ്ങൾ വ്യതിചലിക്കുകയല്ല. അതായത് ഗ്രീക്കുകാര് അവരുടെ മത ആചാരങ്ങൾ യഹൂദരുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. ഗ്രീക്കുകാർ ഇവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടുത്തെ മത ആചാരങ്ങൾ, അവിടുത്തെ രീതികൾ, അവിടെ മാംസം ഭക്ഷിക്കാം, അവരുടെ യഹൂദന്മാർക്ക് നിഷിദ്ധമായതെല്ലാം ഇവരുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ യൂദാസ് മക്കബേയോസ് അഥവാ ഈ മക്കബായരുടെ അപ്പൻ, അത് മത്താത്തിയാസ് വിളിച്ചു പറയുന്നൊരു വചനമാ, രാജാവേ, നിന്റെ കൽപ്പന കേട്ടിട്ട് ഞങ്ങളുടെ ജനത്തിലെ മുഴുവൻ ജനങ്ങളും ഈ വിശ്വാസത്തിൽ വ്യതിചലിച്ചാലും ഞാനും എൻ്റെ പിള്ളേരും ഞാനും എൻ്റെ മക്കളും ഈ സത്യവിശ്വാസത്തിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിൽ മാറിപ്പോവില്ല. ആണോ ഇവിടെ വ്യതിചലിക്കുകയല്ല. അടുത്ത വചനം കൂടെ വായിച്ചേ. മത്താത്തിയാസ് ഈ വാക്കുകൾ അവസാനിച്ചപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ മൊഥേനിലെ ബലിപീഠത്തിൽ രാജകൽപ്പന പ്രകാരം ബലിയർപ്പിക്കാൻ ഒരു യഹൂദൻ മുന്നോട്ട് വന്നു. അപ്പൊ ഒരു യഹൂദൻ ഈ ഗ്രീക്കുകാരുടെ ആചാരം അനുസരിച്ച് ആ ബലിയർപ്പിക്കാൻ, കർത്താവിന്റെ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടി ഒരു യഹൂദൻ വന്നു. രാജാവിന്റെ കൽപ്പനയാണ് അനുസരിക്കാൻ വേണ്ടി. ഉടനെ ഈ മത്താത്തിയാസ് ഒക്കെ എന്താ ചെയ്തേ? അതുകണ്ട് മത്താത്തിയാസ് തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചു. അതാണ് ആ വാക്ക് സെലട്സ് എന്ന് പറഞ്ഞാൽ അങ്ങ് കത്തി ജ്വലിച്ചു. അവന്റെ ഹൃദയം പ്രക്ഷുബ്ധമായി. എന്തിനാണ് പ്രക്ഷുബ്ധമായ? അയൽക്കാർ 5 സെന്റ് മാന്തി കൊണ്ടുപോയതിലല്ല പ്രക്ഷുബ്ധമായത്. ഈ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതയെ ഒരാള് എതിർത്തപ്പോ, ഒരാൾ അതിനെ അവഹേളിച്ചപ്പോ, മാനിക്കാതിരുന്നപ്പോ ആ യഹൂദനെതിരെ മത്താത്തിയാസിന്റെ ഹൃദയം കലുഷിതമായി. ധാർമ്മിക രോഷം പൂണ്ട് അവൻ പാഞ്ഞു ചെന്ന് ആ യഹൂദനെ ബലിപീഠത്തിൽ വെച്ച് തന്നെ വധിച്ചു. ബലിപീഠത്തിൽ വെച്ച് തന്നെ അവന്റെ തലക്കടിച്ചു പോന്നോളാം. ശ്രദ്ധിക്കണേ, അതൊരു പ്രസ്ഥാനമായി മാറി എന്ന് പറഞ്ഞാൽ ഈ സൊലട്സ് എന്ന് പറയുന്ന തീവ്രവാദ സ്വഭാവമുള്ള ഈ തീക്ഷ്ണത, കർത്താവിനെ കുറിച്ചുള്ള എരിവെന്ന് പറയുന്നത്, അതിനെതിരെ ആരെന്തു പറഞ്ഞാലും അവനെ കൊല്ലുക, ഇങ്ങനൊരു സംവിധാനമായി ആ കാലഘട്ടത്തിൽ ഇത് മാറി. എസ്എൻഇസ് എന്നാണ് ആ ഗ്രൂപ്പിന്റെ പേര്, സെലട്സ്. ശ്രദ്ധിക്കണേ, നമ്മുടെ വിഷയം എന്താണ്? ഇപ്പോൾ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? തീക്ഷ്ണതയെക്കുറിച്ചുള്ള യഥാർത്ഥ നിർവചനം യേശുക്രിസ്തു തരുന്നത്. പക്ഷേ തീക്ഷ്ണതയെ പഴയ നിയമത്തിൽ തീക്ഷ്ണതയെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് തീക്ഷ്ണത എന്ന് പറയുന്നത് വിശ്വാസത്തിനു വേണ്ടി മറ്റുള്ളവരെ വകവരുത്തുന്ന, ഇല്ലായ്മ ചെയ്യുന്ന, ഉന്മൂലനം ചെയ്യുന്ന, അവരോടുള്ള സൗഹൃദം വെട്ടിമുറിക്കുന്ന, അവരിലെ നന്മകൾ കാണാതെ തക്കവണ്ണം അന്ധരായിത്തീരുന്ന ഒരു നിലപാടിലേക്ക്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, ഒരു സ്ഥാപനവൽക്കരണത്തിലേക്ക് ഈ തീക്ഷ്ണത മാറി. അവർക്കൊരു പേരും കിട്ടി, സെലോട്സ്, എസ്എൻഇസ്. ഇവർ കുമ്രാൻ ഗുഹകളിലൊക്കെ പോയി സൈനിക അഭ്യാസമൊക്കെ തേടി അവർ കൊച്ചുപിച്ചാത്തിയൊക്കെ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി.
ഹല്ലേലൂയ. ഹല്ലേലൂയ. തക്കം കിട്ടിയ ബാക്കി എല്ലാവരും ദൈവത്തിനെതിരാണ് എന്ന് കരുതി മനുഷ്യനെ കൊല്ലുന്ന ഒരു നിലപാടിലേക്ക് ഒരു സംവിധാനം രൂപപ്പെട്ടു. ശ്രേയമുള്ളവരെ, അപ്പോഴാണ് അത് ഒരു സംവിധാനമായി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറിയപ്പോൾ അതിന്റെ ഹെഡായിട്ട് മാറിയ ഒരാളാണ് മത്താത്തിയാസ്. ഈ മത്താത്തിയാസ് പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, 1 മക്കബരുടെ പുസ്തകം 2:22 വാക്യം ഒന്നുകൂടെ വായിക്കാമോ? രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കുകയില്ല. രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്നും ഞങ്ങൾ അണുവിട വ്യതിചലിക്കില്ല. ഇത് പറഞ്ഞപ്പോ ജനം പെട്ടെന്നൊരു വൈകാരികമായ ഒരു ആവേശമായിരുന്നില്ല അവര്. അത് അവരുടെ മനസ്സിൽ തീ കോരിയിട്ടു. യഹൂദരുടെ മനസ്സിൽ, ഹൃദയത്തിൽ അത് തീ കോരിയിട്ടു. യഹൂദരുടെ മനസ്സിൽ അതൊരു ഉണർത്തുപാട്ടായി. അവരെന്ത് ചെയ്തു? ഇതിനു വേണ്ടി നിലകൊള്ളണമെങ്കിൽ കായിക ബലം വേണം, ആയുധ ബലം വേണം, സൈനിക ബലം വേണം. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പായിട്ട് അവര് മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹൂദമതത്തെ ആരെങ്കിലും ഒറ്റിക്കൊടുത്താൽ ആ ഒറ്റിക്കൊടുക്കുന്നവനെ നിഷ്കരുണം വധിച്ചു. അവനെ പിന്നെ രണ്ടാമതൊരു ഒരു ആശയമില്ല, അന്നേരെ തട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവമായ കർത്താവ് ഇവരോട് പറഞ്ഞു, എൻ്റെ മക്കളെ, തീക്ഷ്ണത എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തീക്ഷ്ണത അല്ല. ആ തീക്ഷ്ണതയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് യേശയ്യായുടെ പുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ പ്രവാചകൻ യേശയ്യ ദൈവത്തിൻ്റെ വചനം കൊടുക്കാൻ തുടങ്ങി. മക്കളെ, യേശയ്യായുടെ പുസ്തകം 66-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ദൈവം തിരുത്തുകയാണ്. മക്കളെ, ജനത്തെ വിജാതിയരെ ഉന്മൂലനം ചെയ്യുന്ന തീക്ഷ്ണതയല്ല യഥാർത്ഥ തീക്ഷ്ണത. ദൈവത്തോടുള്ള തീക്ഷ്ണത എന്ന് പറയുന്നത് ഈ മറ്റുള്ളവരെ വെട്ടിക്കള്ളിച്ച് തള്ളുന്ന അവസ്ഥയല്ല. യെശയ്യായുടെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? ഞാൻ അവരുടെ ചെയ്തികളും ചിന്തകളും അറിയുന്നു. ദൈവം പറയാണ്, ഞാന് മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ചിന്തകളൊക്കെ മാറിപ്പോയി, നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ വഴി മാറിപ്പോയി. അടുത്ത വചനം വായിച്ചേ. ഞാൻ എല്ലാ ജനതകളെയും സകല ഭാഷകളും സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു. ദൈവം പറയുകയാണ്, ഞാൻ എല്ലാ ജനതകളെയും സകല ഭാഷകളും സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഈ നിലപാടിനെതിരെ, സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഈ തിന്മയ്ക്കെതിരെ കർത്താവ് പ്രവാചകന് കൊടുക്കുന്ന വാക്കാണ്. എൻ്റെ പൊന്നുമക്കളെ ശ്രദ്ധിക്കണേ. ദൈവം പറയാണ്, സകല ഭാഷകൾ സംസാരിക്കുന്ന സകല ജനതകളുടെ ഇടയിൽ വസിക്കുന്നവരെയും ഞാനിതാ ഒരുമിച്ച് കൂട്ടാൻ പോവുകയാണ്. അടുത്ത വചനം. അവർ വന്ന് എന്റെ മഹത്വം ദർശിക്കും. അവരുടെ ഇടയിൽ ഞാനൊരു അടയാളം സ്ഥാപിക്കും. ആരുടെ ഇടയിൽ? വിജാതീയരുടെ ഇടയിൽ ദൈവം ഒരടയാളം സ്ഥാപിക്കാൻ പോവാണ്. ഈ വിജാതീയരെ നിങ്ങൾ മുറിച്ചു മാറ്റേണ്ടവരല്ല, മറിച്ച് ദൈവമായ കർത്താവ് പറയാണ്, അവരുടെ ഇടയിൽ ഞാനൊരു മഹത്വം സ്ഥാപിക്കാൻ പോവാ. അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടാൻ പോവാ. അവരെ ഞാൻ ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ പോവാ. അടുത്ത വചനം. അവരിൽ അതിജീവിക്കുന്നവരെ താർഷിഷ്, പുത്, വില്ലാളികൾ വസിക്കുന്ന ലുദ്, തൂബാൽ, യാവാൻ, വിദൂര തീരപ്രദേശങ്ങൾ എന്നിങ്ങനെ എന്നെപ്പറ്റി കേൾക്കുകയോ എന്റെ മഹത്വം ദർശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഞാൻ അയക്കും. എന്നിട്ട് പറയുകയാണ്, ഈ ജനതയെ ഞാൻ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെ, ശ്രദ്ധിക്കണേ, ദൈവം പറയാണ്, അവരെ ഞാൻ
വിജാതീയർ, മറ്റുള്ള എന്നെക്കുറിച്ച് ഇതുവരെ കേൾക്കാത്തവരുടെ ഇടയിലേക്ക് ഞാൻ അവരെ അയക്കും. ആരെ? ഇസ്രായേൽക്കാരെ അല്ല. ദൈവം പറയാണ്, എൻ്റെ പദ്ധതി നിങ്ങൾ ചിന്തിക്കുന്ന പോലല്ല. നിങ്ങളുടെ തീക്ഷ്ണതയിൽ ഇവരെ എല്ലാം എന്നേക്കുമായി നിഷ്കരുണം നിർമൂലനം ചെയ്യുക എന്നുള്ള നിങ്ങളുടെ തീക്ഷ്ണത. അതല്ല. ദൈവം പറയാണ്, ഈ വിജാതീയരുടെ അടുത്തേക്ക് ഞാൻ എൻ്റെ മഹത്വം ഇറങ്ങിച്ചെല്ലും. ഈ വിജാതീയരെല്ലാം, സകല ഭാഷകൾ സംസാരിക്കുന്നവരെയും ഭൂമുഖത്തുള്ള സകലരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അവരെ ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ ഞാൻ ഇനിയും എന്നെ അറിയാത്തവരുടെ നാട്ടിലേക്ക് ഞാൻ അവരെ അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ലേ നമ്മളൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടെ. ദൈവത്തിന്റെ തീക്ഷ്ണത എന്ന് പറയുന്നത് എല്ലാ വിജാതീയരിലേക്കും ദൈവത്തിന്റെ മഹത്വം അറിയിക്കുക എന്നുള്ളതാണ്. ഈ ദൈവം ആരാണ്? ഈ സ്നേഹവാനായ അപ്പന്റെ മഹത്വം ലോകം മുഴുവനും എത്തണം. ഇതാണ് ദൈവത്തിന്റെ തീക്ഷ്ണത. ഇതാണ് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന തീക്ഷ്ണത. അടുത്ത വചനം വായിക്കാമോ? അവർ എന്റെ മഹത്വം ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന്റെ ഭവനത്തിലേക്ക് ഇസ്രായേൽക്കാർ ശുചിയായ പാത്രത്തിൽ ധാന്യബലി വസ്തുക്കൾ കൊണ്ടുവരുന്നത് പോലെ അവർ നിങ്ങളുടെ സഹോദരന്മാരെ എല്ലാ ജനതകളിലും നിന്ന് കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്തും കയറ്റി എന്റെ വിശുദ്ധഗിരിയായ ജെറുസലേമിലേക്ക് കാഴ്ചയായി കൊണ്ടുവരും. അവരിൽ നിങ്ങൾക്ക് ആ വചനം മനസ്സിലായോ? ഇത് വളരെ വളരെ അർത്ഥമുള്ളൊരു വചനമാണ്. കർത്താവ് പറയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ഭവനത്തിലേക്ക്. സാധാരണഗതിയിൽ ഇസ്രായേൽക്കാർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, അവർ ജെറുസലേമിലേക്ക് ഇസ്രായേൽക്കാർ എന്ത് കൊണ്ടുവരും? ശുചിയായ പാത്രത്തിൽ കർത്താവിന് അർപ്പിക്കാൻ വേണ്ടി. നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ബക്കറ്റിലൊന്നും അല്ല കൊണ്ട്, പുതിയ പാത്രത്തിൽ, ശുചിയായ പാത്രത്തിൽ എന്തുകൊണ്ടുവരും? ധാന്യബലി വസ്തുക്കൾ കൊണ്ടുവരുന്നത് പോലെ. ശ്രദ്ധിക്കണേ, വളരെ നല്ലൊരു വചനമാണ്. കൊണ്ടുവരുന്നത് പോലെ കർത്താവ് പറയാണ്, ഇസ്രായേൽ ജനത്തെ, ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ജനം, ശുദ്ധരായ ജനമാ, ഈ ജനത്തെ ഈ വിജാതീയർ കർത്താവിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ല. അതായത് പ്രിയപ്പെട്ടവരെ, ഈ ജനമുണ്ടല്ലോ, തീക്ഷ്ണത എന്ന് പറയുന്നതിനെ സ്ഥാപനവൽക്കരിച്ച് അതൊരു കായികമായ പ്രവൃത്തിയാക്കി മറ്റുള്ളവരെല്ലാം ഉന്മൂലനം ചെയ്ത് ഞങ്ങൾ മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നപ്പോൾ ദൈവമായ കർത്താവ് യേശയ്യാ വഴി പറഞ്ഞു കൊടുക്കണം, മക്കളെ, തീക്ഷ്ണത എന്ന് പറയുന്നത് വിജാതീയരെ ഉന്മൂലനം ചെയ്യുന്നതല്ല, സഹിഷ്ണുതയാണ് തീക്ഷ്ണതയുടെ അടിത്തറ. മറ്റുള്ളവരോട് കാണിക്കുന്ന ഹൃദയവിശാലതയാണ്, അവരെ കൂടി ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതിയാണ് തീക്ഷ്ണത. എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലോ പള്ളിയിലൊക്കെ വഴക്കോ കലഹവും ഉണ്ടാകുന്നത്? കലഹവും വഴക്കൊക്കെ ഉണ്ടാകും, കാരണം എല്ലാം വ്യത്യസ്തരാ. പക്ഷേ ഒരു ഗാനമേള നടക്കുമ്പോൾ എന്തെല്ലാം ഇൻസ്ട്രുമെന്റ്സ് അവിടെ ഇരിക്കുന്നത്? തബലയുണ്ട്, ഗിറ്റാറുണ്ട്, വയലിനുണ്ട്, ഋതംപാടുണ്ട്, പിന്നെന്നാ ഉണ്ട്, സാക്സോഫോണുണ്ട്, ഫ്ലൂട്ടുണ്ട്, അല്ലേ? എൻ്റെ പൊന്നെ, ഇവിടെ വന്നോടാ നീ. എന്തെല്ലാം ഐറ്റമായിരിക്കുന്നത്. ഇത് ഇരിക്കുന്ന ഒരു 7 എണ്ണം ഉണ്ടെങ്കിൽ എന്തെല്ലാം വെറൈറ്റി അല്ലേ? ഒരേ ആൾക്കാരെ ശുശ്രൂഷ ചെയ്യുന്നവരാ, എന്തെല്ലാം ടൈപ്പ്, എന്തെല്ലാം സ്വഭാവമാണ്. അപ്പോൾ ഇങ്ങനെ വെറൈറ്റിയാണ്. പക്ഷേ ഈ ഗാനമേള നടത്തുന്ന സ്റ്റേജിൽ നിന്ന് പാട്ട് വരുമ്പോൾ ഇതിനൊരു ശ്രുതിലയമുണ്ട്, ഒരു ശ്രുതിലയമുണ്ട്. കാരണം ഈ പാട്ടിൽ വ്യത്യസ്തങ്ങളായ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും ഇതിന് ഒരേ ഒരു ലയമുണ്ട്, ഒരു ലയം. അതാണ് യഥാർത്ഥത്തിൽ പാട്ടിനെ മനോഹരമാക്കുന്നത്. ഇതുപോലെ നമ്മുടെ ഇടവയിൽ വ്യത്യസ്തമായ അസഹിഷ്ണുതയ്ക്ക് കാരണമാകുന്ന സ്വഭാവങ്ങളുള്ളവരുണ്ട്. പക്ഷെ അത് നമ്മുടെ തീക്ഷ്ണതയെ കുറയ്ക്കാൻ പാടില്ല. എന്താണ് തീക്ഷ്ണത?
ഈ അസഹിഷ്ണുത മൂലം അവനെ വെട്ടിമാറ്റുക, അവ കള മറിച്ച് കളയുക എന്നുള്ളതല്ല. എന്നേക്കുമായ തിന്മയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവനെതിരെ നമ്മൾ കൊടിപിടിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ ഒരു ശ്രുതിലയം, അതിന്റെ പേരാണ് ഈ അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുക്രിസ്തു. അവനെ ഉയർത്തുന്ന ഈ സമൂഹമാണിത്, ഇടവക സമൂഹം, സഭ. യേശുക്രിസ്തുവിനെ ഉയർത്തിയാലുണ്ടല്ലോ ഈ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങൾ, കാഴ്ചപ്പാടുകളെല്ലാം ഒരേ ലയത്തിൽ പോകും. ഈ ലക്ഷ്യം മറക്കുമ്പോഴാണ് ഈ തീക്ഷ്ണത, വെട്ടിമുറിക്കലുകൾ ഉണ്ടാകുക. ഈ ലക്ഷ്യം മറന്നാലുണ്ടല്ലോ മുറിച്ചു മാറ്റപ്പെടലുകൾ ഉണ്ടാകും. ഒരു വീടിനെ കാണാതാവും. അങ്ങനെ ഒരു ഭിന്നതയുണ്ടാവും. എനിക്ക് ചിലരെ ഉൾക്കൊള്ളാൻ പറ്റാതാവും. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരേ സ്വരലയത്തോടു കൂടി അത് ഈ നാട്ടിൽ ഒഴുകണം, ദേശത്തൊഴുകണം, രാജ്യത്തും ലോകത്തും ഒഴുകണം. അതാണ് ക്രിസ്തുവിന്റെ സന്ദേശം. പക്ഷേ അതിന് വ്യത്യസ്തത വരുന്നത് ഈ ഒരു ക്രിസ്തുബോധം നമ്മൾ നഷ്ടപ്പെടുമ്പോൾ, ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള അധ്വാനം മറക്കുമ്പോഴാണ് നമ്മളൊക്കെ ഭിന്നതകളുടെ കൊമ്പുകളിലാകുക. അവിടെയാണ് അസഹിഷ്ണുതകൾ ഉണ്ടാകുക. അവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ തിന്മ സ്ഥാപനവൽക്കരിക്കപ്പെടുക, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആവും. പിന്നീട് നമ്മൾ അതിൽ മാത്രം മുറുകെ പിടിക്കും. അതിനെ വെച്ചുകൊണ്ടായിരിക്കും ബാക്കി എല്ലാത്തിനെയും കാണുക. പള്ളി വരുന്നാൽ തന്നെയും നമ്മൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഈ മുറിവായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനം ശ്രദ്ധിക്കണേ. ഈ വചനം ഒന്നുകൂടെ നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. ദൈവം പറയുകയാണ്, ഞാൻ എല്ലാ ജനതകളെയും സകല ഭാഷകളും സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു. ദൈവം പറയാണ്, ഞാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ തീക്ഷ്ണത എന്ന് പറയുന്നത് കുന്തമെടുത്ത് എല്ലാത്തിനെയും കുത്തിക്കൊല്ലുന്ന, ബലിപീഠത്തിൽ തല വെട്ടിക്കൊല്ലുന്ന ഒരു തീക്ഷ്ണതയല്ല. എന്നോടുള്ള വിശ്വാസത്തെ പ്രതി, ഞാൻ നൽകിയ നിയമത്തെ പ്രതി, ഞാൻ ഉണ്ടാക്കിയ ഈ സംവിധാനത്തെ പ്രതി, ബാക്കി എല്ലാത്തിനെയും, ഇതിനോട് എതിർക്കുന്ന എല്ലാത്തിനെയും മുറിച്ചു മാറ്റുക എന്നുള്ളതല്ല, മറിച്ച് ദൈവം പറയാണ്, ഞാൻ അവരെയും ഒന്നിച്ചു കൂട്ടും. എന്നിട്ട് പറയാണ്, അവർ വന്ന് എൻ്റെ മഹത്വം ദർശിക്കും. ദൈവത്തിന്റെ വചനമാണ്. അവർ വന്ന് എൻ്റെ മഹത്വം ദർശിക്കും. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അവരെയും ദൈവത്തിന്റെ മഹത്വം കാണിക്കുക. അപ്പോഴാണ് അവനൊന്നും പള്ളി വന്നാൽ ശരിയാകുകയില്ല എന്ന് പറയുന്നത്. അങ്ങനെ പറയരുത്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മളെ വെറുക്കുന്നവരാകാം, നമ്മളുടെ അഭിപ്രായ വ്യത്യാസം കാണിക്കുന്നവരാകാം, അവരെയും ദൈവത്തിന്റെ മഹത്വം കാണിക്കാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പറ ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളിൽ നിറയണമേ. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ അവരുടെ ഇടയിൽ ഒരു അടയാളം സ്ഥാപിക്കും. എന്നിട്ട് പറയാണ്, അങ്ങ് വിദൂര തീരദേശങ്ങളിൽ എന്നിങ്ങനെ എന്നെപ്പറ്റി കേൾക്കുകയോ എൻ്റെ മഹത്വം ദർശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഞാൻ അവരെ അയക്കും എന്ന് പറഞ്ഞ ഈ വിജാതീയരെ ഞാൻ അയക്കും, അവരെ ഞാൻ ഉപകരണമാക്കും. അതാ ദൈവത്തിന്റെ പദ്ധതി. നമ്മൾ അവരെ പടിയടച്ച് പിണ്ടം വെക്കരുത്, അവർക്കെതിരെ വാതിൽ കൊട്ടി അടയ്ക്കരുത്. അവരെ ദൈവത്തിന് വിജാതിരുടെ ഇടയിലേക്ക് അയക്കാനൊരു പദ്ധതിയുണ്ട്. എന്നിട്ട് പറയുന്ന അടുത്ത വചനമാണ്, ശ്രദ്ധിക്കണേ. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിന്റെ ഭവനത്തിലേക്ക് ഇസ്രായേൽക്കാർ ശുചിയായ പാത്രത്തിൽ ധാന്യബലി വസ്തുക്കൾ കൊണ്ടുവരുന്നത് പോലെ. ദൈവം പറയാണ്, ഇസ്രായേൽക്കാർ എൻ്റെ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ ധാന്യവുമായി വരുന്നത് ശുചിയായ പാത്രത്തിലാണ്. അതുപോലെ ഈ ജനതയെ കൊണ്ട് ലോകത്തിന്റെ അതിർത്തികളിലോളം ചിതറിക്കിടക്കുന്ന യഹൂദരുണ്ട്, ചിതറിക്കപ്പെട്ട യഹൂദരുണ്ട്. ഈ യഹൂദരെ ഞാൻ ജെറുസലേമിലേക്ക് കൊണ്ടുവരും. ആരെ കൊണ്ട്? വിജാതീയരെ കൊണ്ട്. ഈ വിജാതീയർ ഈ ഇസ്രായേൽക്കാരനെ ജെറുസലേമിൽ എത്തിക്കും.
അവരെങ്ങനെ കൊണ്ടിരുന്നെന്നറിയാമോ? കർത്താവിന്റെ ആലയത്തിൽ വിശുദ്ധ പാത്രത്തിൽ ധാന്യബലി കൊണ്ടുവരുന്ന കണക്കേ ഈ ഇസ്രായേൽക്കാരെ കൊണ്ടുവരുമെന്ന്. ചിതറിപ്പോയി ഒരു പ്രതീക്ഷയുമില്ലാതെ എനിക്കിനിയും ജെറുസലേമിൽ പോയി ഒരു ബലിയർപ്പിക്കാൻ പറ്റുമോ എന്ന് സാധിക്കാത്ത വണ്ണം തടവിൽ കിടക്കുന്ന, അടിമത്തത്തിൽ കിടക്കുന്ന, ചിതറിക്കപ്പെട്ട ഈ ദൈവത്തിന്റെ ജനത്തെ ദൈവം ഈ വിജാതീയരെ കൊണ്ട് കൊണ്ടുവരും. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് കൂടുതൽ അഭിഷേകത്തോട് ഉയർത്താൻ ദൈവം വിജാതീയരെ ഉപയോഗിക്കും. ഇപ്പൊ തീക്ഷ്ണത എന്ന് പറയുന്നത് അവരെ നമ്മൾ തള്ളിക്കളയുന്നതല്ല. ഒരു ചെറിയ കാര്യം കൂടെ കണ്ടുകൊണ്ട് നമ്മൾ ആരാധന പൂർത്തിയാക്കും. അതായത് യേശു ക്രിസ്തു ഈ തീക്ഷ്ണതയിൽ നമുക്കൊരു പാഠം തരുന്നു. യേശു ക്രിസ്തു തരുന്ന പാഠം അതുകൂടെ നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ ആരാധന പൂർത്തിയാക്കും. എന്താണ് യേശു ക്രിസ്തുവിൻ്റെ തീക്ഷ്ണത? യഹൂദൻ മനസ്സിലാക്കിയ തീക്ഷ്ണതയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റ് സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു തീക്ഷ്ണതയാണ്. അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രീതികരമായൊരു സംഗീതം കണക്കെ, ഒരു ആരാധന കണക്കെയാണ്. മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന ഒരു തീക്ഷ്ണത. ആ തീക്ഷ്ണതയാണ് ദൈവീകമായ തീക്ഷ്ണത. ആ തീക്ഷ്ണതയാണ് ആരാധനാപരമായ തീക്ഷ്ണത. അതാണ് യഥാർത്ഥത്തിൽ സെലറ്റ്സ് എന്ന് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ നമുക്കറിയാവുന്ന തിരുവചനമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 22 വരെയുള്ള വാക്യം. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് യേശുവിനൊരു തീക്ഷ്ണതയുണ്ടായിരുന്നു. ആ തീക്ഷ്ണത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റയടിക്ക് വായിച്ചാൽ നമ്മൾ പിടികിട്ടും. യേശുവിൻ്റെ തീക്ഷ്ണത എന്ന് പറയുന്നത് മേശകൾ തട്ടിമറിക്കുന്ന, നാണയം ചിതറിക്കുന്ന, അവരെ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി അവരെല്ലാം പുറത്താക്കുന്ന ഒരു തീക്ഷ്ണത. ഇത് വായിച്ചിട്ട് പല ആളുകളും, പ്രത്യേകിച്ച് ഈ ചില ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു ചെറിയ രീതിയിലൊന്നും ആ ദേവാലയത്തിലെ കച്ചവടമൊന്നും നിർത്തി കാണത്തില്ല. ചെറിയ രീതിയിൽ ഉപദേശിച്ചാലൊന്നും അത് നിർത്തുകയല്ല. യേശു വളരെ തീക്ഷ്ണതയോടെ അതിനെല്ലാം തട്ടിമറിച്ച് വലിയ ആ തീക്ഷ്ണത പുറത്താക്കുന്ന തീക്ഷ്ണതയാണ്. വിപ്ലവാത്മകമായൊരു തീക്ഷ്ണതയാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു വിമോചന ദൈവശാസ്ത്രം, ലിബറേഷൻ തിയോളജി വരെ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അതായത് യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചതിൻ്റെ കാരണം അവനൊരു വിപ്ലവകാരിയായിരുന്നു. അവൻ്റെ കുരിശിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്. എന്ത്? INRI എന്ന് പറഞ്ഞാൽ യേശു നസറേനുസ് റെക്സ് യൂദയോരും. നസറേന ഈശോ, യഹൂദരുടെ രാജാവ്. ഇത് പറഞ്ഞാൽ ഇവൻ തന്നെ രാജാവാക്കി, ഒരു വിപ്ലവകാരിയാക്കി റോമാ സാമ്രാജ്യത്തിനെതിരെ പട നയിച്ചു. അങ്ങനെ ഒരു തീക്ഷ്ണവാനായതുകൊണ്ടാണ് അവനെ പിടിച്ച് കുരിശിൽ തറച്ചത്. അപ്പം അതുകൊണ്ട് യേശു അടിസ്ഥാനപരമായിട്ട് ഒരു റിബൽ റബ്ബായി ആയിരുന്നു എന്ന് പഠിപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അതാണ് വിമോചന ദൈവശാസ്ത്രത്തിന് കാരണമായത്.
അതുകൊണ്ട് യേശുവിൻ്റെ വിപ്ലവാത്മകത, തീക്ഷ്ണത നമുക്കുണ്ടാകണം. തെറ്റായ കാര്യങ്ങളുണ്ടോ എല്ലാത്തിനും തട്ടിമറിക്കണം, ചോദ്യം ചെയ്യണം, വിമർശിക്കണം. വിമർശനം നല്ലതാണ്, ചോദ്യം ചെയ്യൽ നല്ലതാണ്. പക്ഷെ അതെല്ലാം ആ ബന്ധങ്ങളെ വെട്ടിമുറിക്കുന്ന, എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുന്ന, നാശം ചെയ്യുന്ന, നശിപ്പിച്ചു കളയുന്ന ഒരു നശീകരണ പ്രവണതയോടുകൂടി ആകണം എന്ന് കരുതിയപ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായിട്ട് സഭ അതിന് വ്യാഖ്യാനം നൽകിയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. യേശുക്രിസ്തുവിൻ്റെ തീക്ഷ്ണത എന്താണ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഹോളി ലാൻഡിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ദ ഡോം ഓഫ് റോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വിശുദ്ധ നാട്ടിൽ പാറയുടെ പള്ളി. ആ പള്ളിയുടെ അടിയിൽ ഒത്ത നടുവിൽ, അതായത് ഈ പള്ളിയുടെ ഒത്ത നടുവിൽ ഒരു പാറയുണ്ട്. ഈ പാറയുടെ അതൊരു പിളർക്കപ്പെട്ട പാറയാണ്, തുളയ്ക്കപ്പെട്ട പാറ. ദ പിയേഴ്സ്ഡ് സ്റ്റോൺ എന്നാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ യഹൂദരുടെ വിശ്വാസം ഈ പിളർപ്പിലൂടെ താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെയാണ് ദ വെൽ ഓഫ് സോൾട്ട്സ്, ആത്മാക്കളുടെ നടുത്തളം എന്നറിയപ്പെടും. അവിടെയാണ് ഈ ഭൂമിയുടെ അടിയിലുള്ള ആത്മാക്കളെല്ലാം കൂടെ കഴിയും. ഇതാണ് യഹൂദരുടെ വിശ്വാസം. അതുകൊണ്ട് അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതിൻ്റെ മുകളിലാണ് ജെറുസലേം ദേവാലയം അവർ പണിതത്. ആ ദേവാലയത്തിൻ്റെ മുകളിൽ, ദേവാലയത്തിൻ്റെ അതിവിശുദ്ധമായ സ്ഥലം അവിടെയാണ്. പാറയുടെ ഒത്ത മുകളിലാണ് അതിപരിശുദ്ധമായ സ്ഥലം. അവിടെ അവർ വിശ്വസിക്കുന്നത് സ്വർഗവും ഭൂമിയും സന്ധിക്കുന്ന നാഭി, മനുഷ്യന്റെ ശരീരത്തിലെ നാഭി, ശരീരത്തിന് ഒത്ത നടുക്കാണെന്നാണ് പറയുന്നത്. എന്നതുപോലെ ഈ ഭൂമിയുടെ ഒത്ത നടുക്കാണ് ഈ ജെറുസലേമിലെ ദ ഡോം ഓഫ് റോക്ക്, ഈ പാറയുടെ പള്ളിയിൽ നിന്നും അത് വിടർന്ന് അത് വിഘടിച്ച ആ സ്ഥലത്താണ് ഈ ആത്മാക്കളുടെ നടുത്തളമെന്നും അവിടെ നിന്നാണ് ലോകം മുഴുവൻ, ഈ അച്ചുതണ്ടിലാണ് ലോകം മുഴുവൻ കറങ്ങുന്നതെന്നൊക്കെയാണ് യഹൂദന്റെ വിശ്വാസം. ഇത് വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഇതാണ് അവരുടെ പള്ളിയെക്കുറിച്ചുള്ള വിശ്വാസം. ആ പള്ളിയിലാണ് യേശുക്രിസ്തു വന്നിട്ട് ഇതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് യേശു പറയാണ്, ഞാനാണ് പള്ളി. ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനതിനെ പുനരുദ്ധരിക്കും. യേശു പറഞ്ഞു, ഇതല്ല പള്ളി, ഇനിമേൽ ദൈവവും മനുഷ്യനും സന്ധിക്കുന്ന ഞാനാണ് പള്ളി. യേശു എന്ന മനുഷ്യനിൽ ദൈവം വന്ന് വസിച്ചപ്പോൾ, സന്ധിച്ചപ്പോൾ അവൻ യേശു ക്രിസ്തുവായി. ഇനിമേൽ ക്രിസ്തുവാണ്, കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ല, ക്രിസ്തുവാണ് ദേവാലയം. ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കാൻ 3 ദിവസത്തിനുള്ളിൽ ഞാൻ അതിനെ പുനരുദ്ധരിക്കും. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, യേശുവാണ് ദേവാലയം. അപ്പോൾ യേശു എന്നിട്ട് ഈ തീക്ഷ്ണതയോടുകൂടി അവിടെയുള്ള ഇതിനെയെല്ലാം പുറത്താക്കി, ഇതിനെയെല്ലാം തട്ടിമറിച്ചിട്ടിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? വചനമാണ്. സങ്കീർത്തന പുസ്തകം, അതാണ് അതിൻ്റെ അടിസ്ഥാനം. സങ്കീർത്തന പുസ്തകത്തിൽ 69-ാം സങ്കീർത്തനം 1-ാം വാക്യവും 7-ാം വാക്യവും 9-ാം വാക്യവും ഉറക്കെ വായിക്കണം. സങ്കീർത്തനം 69-ാം സങ്കീർത്തനം 1, 7, 9. ദൈവമേ, എന്നെ രക്ഷിക്കണമേ, വെള്ളം എന്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. അങ്ങേ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എന്റെ മുഖത്തെ ആവരണം ചെയ്തതും. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. സങ്കീർത്തന പുസ്തകത്തിലെ ഒരു വചനമാണ് പ്രിയപ്പെട്ടവർ, ശ്രദ്ധിക്കണേ. സങ്കീർത്തന പുസ്തകത്തിൽ ഒരു വചനം പറഞ്ഞിട്ട് പറയാണ്, യേശു പറയുന്നതാണ്, ഈ അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. ഇത് സങ്കീർത്തകൻ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? സങ്കീർത്തകൻ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചതുകൊണ്ട് ഈ സങ്കീർത്തകൻ ഒറ്റപ്പെട്ടു. ഈ സങ്കീർത്തകൻ അനാഥത്വത്തിൻ്റെ, വേർപാടിൻ്റെ വലിയൊരു ദുഃഖം പേറാൻ തുടങ്ങി. ദൈവത്തിൽ ആശ്രയിച്ചപ്പോ ഈ സങ്കീർത്തകൻ ഒരുപാട് ഒറ്റപ്പെടലുകളും മുറിവുകളും ഏൽക്കേണ്ടി വരും. ദൈവം മാത്രമേ ഉള്ളൂ ഈ മനുഷ്യൻ. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ദൈവമേ, ചതിയുടെ അഗ്നി
വഞ്ചനയുടെ ഗന്ധകം എന്നെ ശ്വാസം മുട്ടിക്കുന്നു. എന്നെ നീ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. എന്നിട്ട് അടുത്ത വചനം പറയുകയാണ്, അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചത്. അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചത്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകന്റെ ഈ വേദനയ്ക്ക് കാരണം എന്താണെന്നറിയാവോ? ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാണ്. ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത. എൻ്റെ ദൈവമേ, നിന്നെ മാനിക്കണം, നീ ആദരിക്കപ്പെടണം, നീ മഹത്വപ്പെടണം, അതിനുവേണ്ടി ഞാൻ നിന്ദനമേൽക്കുകയാണ്. ഈ തീക്ഷ്ണതയാണ് എന്നെ വിഴുങ്ങിക്കളഞ്ഞത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ദേവാലയം ശുദ്ധീകരിക്കുമ്പോ യേശുവിന്റെ തീക്ഷ്ണത എന്താണെന്ന് അറിയാമോ? ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാണ്. ഏത്? യേശു ക്രിസ്തു കുരിശുമരണം വഹിച്ചത് സത്യത്തിന്റെ മുൻപിൽ, പീലാത്തോസിന്റെ മുൻപിൽ ഒക്കെ സത്യത്തിന് സാക്ഷ്യമായി നിന്നത് കാരണം എന്നറിയാമോ? യേശുവിന് സാക്ഷ്യം വഹിച്ചു, ദൈവത്തിന് സാക്ഷ്യം വഹിച്ചതുകൊണ്ടാണ്. ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയുടെ പേരിൽ യേശു കുരിശുമരണം വഹിക്കുന്നേ. ഈ അപ്പനെ, യഥാർത്ഥ ദൈവത്തിന്റെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുത്തപ്പോ, ഈ ദൈവത്തിന്റെ മുഖമെന്ന് പറയുന്നത് കരുണയുടെ മുഖമാണ്, സ്നേഹത്തിന്റെ മുഖമാണ്. അതുവരെ ശരി തെറ്റുകളുടെ കണക്കപ്പിള്ളയായ ഒരു അപ്പനെ കുറിച്ച് യഹൂദർക്ക് അറിയാവുന്നത് ശരി ചെയ്ത ട്രോഫി, തെറ്റ് ചെയ്ത അടി. അങ്ങനെ ഒരു ദൈവമല്ല, സ്നേഹിക്കുന്ന, കരുണയുള്ള, ക്ഷമിക്കുന്ന ഒരു ദൈവമാണെന്ന് ഈ അപ്പനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ യേശു ക്രിസ്തുവിനെ അവർ നിന്ദിക്കാനും പുച്ഛിക്കാനും അവഗണിക്കാൻ തുടങ്ങി. യേശു ക്രിസ്തു കുരിശിൽ മരിക്കുന്നത് ഈ സത്യം പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈശോ സങ്കീർത്തകനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, അങ്ങയെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ്, അവൻ ദൈവപുത്രനാണ് എന്നറിയിച്ചപ്പോഴാണ് അവരവനെ പിശാചുണ്ടെന്ന് പറഞ്ഞ് കൊല്ലാൻ പോകുന്നത്. ഈ തീക്ഷ്ണതയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിനെ കുരിശുമരണത്തിലേക്ക് തള്ളിയിട്ടത്. യഥാർത്ഥത്തിൽ ദേവാലയത്തിൽ, ശ്രദ്ധിക്കണേ, ദേവാലയത്തിലെ ക്രയവിക്രയങ്ങളെ അവൻ നിരാകരിച്ചു എങ്കിലും ദേവാലയത്തിൽ ഒരു വിപ്ലവകാരിയായിട്ടല്ല അവനെ അവതരിപ്പിക്കുന്നത് സുവിശേഷകർ. അങ്ങനെ ആയിരുന്നെങ്കിൽ, ശ്രദ്ധിക്കണേ, മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 14 വാക്യം, ദേവാലയത്തെ എന്നേക്കുമായി പൊളിച്ചു കളയാനായിരുന്നു യേശുവിന്റെ ഈ വിപ്ലവമെങ്കിൽ, മത്തായി 21:14 വാക്യം വായിച്ച്, അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുത്തെത്തി, അവൻ അവരെ സുഖപ്പെടുത്തി. അന്ധന്മാരും മുടന്തന്മാരും എവിടെത്തി? ദേവാലയത്തിലെത്തി. ദേവാലയം എന്ന് പറയുന്നത് സൗഖ്യത്തിന്റെ ഇടമാണ്. ദേവാലയം എന്ന് പറയുന്നത് വിടുതലിന്റെ ഇടമാണ്. ദൈവത്തിന്റെ കരുണ വഴിഞ്ഞൊഴുകുന്ന ഇടമാണ്. ഈ ദേവാലയത്തിൽ കച്ചവടങ്ങളും ക്രയവിക്രയങ്ങളുമല്ല, മറിച്ച് ഇവിടെ കരുണയറ്റു പോകുമ്പോഴാണ്, ഇവിടെ സ്നേഹമറ്റു പോകുമ്പോഴാണ്, ഇവിടെ ബന്ധങ്ങളറ്റു പോകുമ്പോഴാ കർത്താവിന് വിഷമമാണ്. യഥാർത്ഥ തീക്ഷ്ണത എന്ന് പറയും, ദേവാലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്ന് പറയുന്നത് ദേവാലയത്തിൽ കരുണയുണ്ടാകാനുള്ള തീക്ഷ്ണതയായിരിക്കണം. ദേവാലയത്തിൽ സൗഖ്യമുണ്ടാകാനുള്ള തീക്ഷ്ണതയായിരിക്കണം. അതാണ് യേശു ക്രിസ്തു തരുന്ന തീക്ഷ്ണത. മത്തായിയുടെ സുവിശേഷത്തിൽ 21 അധ്യായത്തിന്റെ 15 വാക്യം, അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിന്റെ പുത്രന് ഹോസാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പ് വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി. ദേവാലയത്തിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ആർപ്പ് വിളിക്കും, ഹോസാന പാടുന്നതായിട്ട് ബൈബിൾ എഴുതി. ഈ ശുദ്ധീകരണം കഴിഞ്ഞിട്ടാണ് അടുത്ത ദിവസം, ദേവാലയ ശുദ്ധീകരണം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ദേവാലയത്തിൽ വെച്ച് തന്നെ ഈ കുഞ്ഞുങ്ങൾ ഈശോയ്ക്ക് ഹോസാന. അപ്പൊ ഈ ദേവാലയം പൊളിച്ചു കളയണമെന്നാണോ ഈശോ ആഗ്രഹിച്ചത്? ഈ ദേവാലയം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യണമെന്നാണോ? അല്ല, മറിച്ച് ഈ ദേവാലയത്തിൽ ദൈവസ്തുതികൾ ഉയരേണ്ട സ്ഥലമാണ്.
ഈ ദേവാലയത്തിൽ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കേണ്ട, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ഇടമാണ്. ഇതാണ് തീക്ഷ്ണതയുടെ യഥാർത്ഥ അർത്ഥം. അവന്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ദൈവകരുണ, ദൈവസ്നേഹം, ദൈവത്തോടുള്ള ആ ഒരു 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 സ്നേഹത്തെ മുൻനിർത്തി പരസ്നേഹം, ആരെയും വെറുത്തു മാറ്റി നിർത്താതെ, മുറിച്ചു മാറ്റി നിർത്താതെ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സഹിഷ്ണുതയോടെ ചേർന്ന് കൊണ്ടുപോകുന്ന ഒരു ഈ ശ്രുതിലയത്തിൽ യേശുവിനെ ഉയർത്തുന്ന ഒരു സമൂഹം. ഇതാണ് യഥാർത്ഥ തീക്ഷ്ണത കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് കർത്താവേ, അങ്ങയുടെ തീക്ഷ്ണത എനിക്ക് നൽകണമേ. അത് മറ്റുള്ളവരെ മുറിച്ചു മാറ്റുന്ന, എൻ്റെ നിലപാടുകൾക്ക് വേണ്ടി മരണം വരെ പോരാടുന്ന ഒരു തീവ്ര നിലപാടല്ല, മറിച്ച് എൻ്റെ ദൈവത്തെ ഉയർത്തുന്ന ഒരനോയിൻ്റെ, ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സൗഖ്യവും വിളിച്ചിറക്കാൻ പ്രാപ്തമാകുന്ന ഒരു തീക്ഷ്ണത. അതാണ് യഥാർത്ഥത്തിൽ തീക്ഷ്ണത ബൈബിൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു തീക്ഷ്ണത കൊണ്ട് നമുക്ക് വിജാതിയുടെ അടുത്തേക്ക് പോകാം. കാരണം യെശയ്യാ 66 പറയുന്നത് പോലെ, സകല ജനതകളെയും സകല ഭാഷകൾ സംസാരിക്കുന്നവരെയും ഞാൻ എൻ്റെ മഹത്വത്തിലേക്ക് കൊണ്ടുവരും. അവരെ ഞാൻ എൻ്റെ ജെറുസലേം ആലയത്തിലേക്ക് കൊണ്ടുവരും. അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. അവരിലൂടെ ഈ ഇസ്രായേൽ ജനത്തെ ഞാൻ വിശുദ്ധ പാത്രത്തിലെ ധാന്യബലി കണക്കെ എൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരും. ദൈവത്തിൻ്റെ ആ പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ മൗലികവാദങ്ങളും തീവ്ര നിലപാടുകളും അങ്ങനെ ചില സംഘടനകളൊക്കെ സഭയ്ക്ക് വേണ്ടി എന്ന നിലയിൽ പിശാചിൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ചില സംഘടനകളൊക്കെ തീവ്രമായ നിലപാടുകളെടുത്ത് നമ്മുടെ മനസ്സിൽ എന്നേക്കുമായി വിദ്വേഷത്തിൻ്റെ വിത്തുകളൊക്കെ വിതറിക്കൊണ്ട് അവരിലെ നന്മകൾ കാണാൻ ഒരിക്കലും സാധിക്കാതെ മറ്റു മതങ്ങളിലേക്കോ മറ്റു തര സമുദായങ്ങളിലേക്കോ ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ പോലും നമ്മളെ അനുവദിക്കാത്ത വണ്ണം തീവ്രമായ നിലപാടുകൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ വെറുപ്പിൻ്റെ ഒരു ഹെയ്റ്റ് തിയോളജി എന്നൊക്കെ പറയും, വെറുപ്പിൻ്റെ ദൈവശാസ്ത്രമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാലത്ത്, പ്രിയപ്പെട്ട ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ചരിത്രത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ യാത്ര നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ തീക്ഷ്ണത അത് സൗഖ്യത്തിൻ്റെതാണ്, കരുണയുടേതാണ്, സ്നേഹത്തിൻ്റെതാണ്. യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെ മുഖം കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ തീക്ഷ്ണത എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.